വിശുദ്ധന്മാരെല്ലാവരും ഈ ഭൂമിയിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തിയവരാണ്. എന്നാൽ അവരെല്ലാം നമ്മെ പോലെ തന്നെ കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന് തങ്ങളുടേതായ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തെ കണ്ടെത്തിയപ്പോൾ ആ കണ്ടെത്തിയ ദൈവത്തെ മുറുകെ പിടിച്ച് ആ ദൈവത്തെ കൂടുതൽ അറിയണമെന്ന് അവരാഗ്രഹിച്ചു. നാം കേട്ടു, ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. നിത്യജീവന് വേണ്ടിയാണ് ഓരോ മനുഷ്യനും തൻ്റെ അനന്തമായ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടത്, ദൈവത്തിൻ്റെ തന്നെ അനന്തമായ ഛായയിൽ. ഈ ബോധ്യം അറിഞ്ഞ ഓരോരുത്തരും യഥാർത്ഥത്തിലുള്ള ആ അറിവ് അവരെ വിശുദ്ധമായ ഒരു ജീവിതത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു. ദൈവം തന്നെയാണ് അവരെ പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, പ്രത്യേകിച്ച് പൗലോസ് പറയുന്നുണ്ട്, ഇനിമേൽ നാം തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം ചെയ്യുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽപ്പെട്ട് ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. പ്രത്യേക ഹൃദയത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു. വളർച്ചയുടെ ഒരു തലത്തിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇങ്ങനെ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. കണ്ടെത്തിയപ്പോൾ ആ കണ്ടെത്തിയതിനെ മുറുകെ പിടിക്കാൻ വേണ്ടി ലോകത്തിലുള്ള സകലതിനെയും ഉച്ഛിഷ്ടമായി കരുതിയവർ, തങ്ങൾക്ക് കിട്ടുന്ന അമൂല്യ നിധികൾ എത്രമാത്രം വലുതാണെങ്കിൽ പോലും ദൈവത്തെ പ്രതി അതെല്ലാം ഉപേക്ഷിക്കാൻ ശ്രമിച്ചവര്, പിന്നോട്ട് നോക്കിയപ്പോൾ തിരിച്ചു പോകാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും മുന്നിൽ കണ്ടെത്തിയതിനെ ലക്ഷ്യമാക്കി ആ പരിപൂർണതയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ച വിശുദ്ധര്, ജീവിതത്തിലുള്ള സഹനങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ജ്ഞാനം അറിഞ്ഞപ്പോൾ ആ സഹനങ്ങളൊക്കെ അനുഗ്രഹമായി മാറുമെന്ന് കണ്ടപ്പോൾ ആ സഹനത്തിനെ ആശ്ലേഷിക്കുവാൻ കൂടുതൽ ദാഹിച്ചവര്, ഇങ്ങനെയുള്ള സാക്ഷികളുടെ ഒരു വലിയ സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ള വിശുദ്ധർ. അവരെ കണ്ടുകൊണ്ട് അവരുടെ ജീവിതം അനുകരിച്ചുകൊണ്ട് എത്രമാത്രം അവർ ഈശോയ്ക്ക് വേണ്ടി ദാഹിച്ചുവോ ആ ഒരു ദാഹത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. പൗലോസ് ശ്ലീഹ മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, വെളിപാട് വഴിയാണ് എനിക്കിതെല്ലാം മനസ്സിലായത്. വിശുദ്ധമായ ദൈവത്തിന് മുമ്പിൽ ഇരുന്നപ്പോൾ പൗലോസ് ശ്ലീഹയ്ക്ക് ദൈവം എല്ലാം വെളിപ്പെടുത്തി കൊടുത്തു. സഭയിൽ ഒത്തിരിയേറെ ശ്രേഷ്ഠന്മാരായ പ്രവാചകരും വിശുദ്ധരുമൊക്കെയുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ കൊച്ചുത്രസ്യയുമുണ്ട്. കൊച്ചുത്രസ്യ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ ജ്ഞാനത്തെ കണ്ടെത്തി. സ്കൂളുകളിലോ വിദ്യാഭ്യാസമോ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ദൈവത്തിൻ്റെ ജ്ഞാനം ആ സ്നേഹത്തിലൂടെ ഈശോയെ സ്നേഹിച്ചപ്പോൾ മനസ്സിലായപ്പോൾ കൊച്ചുത്രസ്യ പറയുകയാണ്, ദൈവമേ എത്രമാത്രം വലിയ സ്നേഹം, എനിക്ക് സ്നേഹം മാത്രം മതി. അത്രമാത്രം ഒരു ദൈവത്തിൻ്റെ കൃപയും ജ്ഞാനവും സ്നേഹവും നിറഞ്ഞു ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്കും ഈ നിമിഷം നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്മയോടെ ശിശുവിനെ പോലെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം വിളിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനിയായ ഒരാളുടെ ആത്മാവിലുള്ളത് ഒരു സൂപ്പർ നാച്ചുറൽ ശക്തി, അതൊക്കെ കണ്ടെത്തിയവരാണ് വിശുദ്ധർ. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എത്ര ചെറിയവനാകട്ടെ വലിയവനാകട്ടെ ഈ മാമോദിസ വഴി വലിയ ഒരു ശക്തി, ജ്ഞാനത്തിൻ്റെ കവാടം, ദൈവികമായ ശക്തി നമ്മിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ആർക്കും അതിന് തടസ്സം നിൽക്കാൻ പറ്റില്ല. അത്രമാത്രം വലിയ ശക്തിയുണ്ട്. ഇത് കണ്ടെത്തുക, അതിനുവേണ്ടി ഹൃദയം തുറക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നമ്മുടെ വിശുദ്ധരെല്ലാം ഇത് കണ്ടെത്തിയവരും അതിനു വേണ്ടി ജീവിതം സമർപ്പിച്ചവരുമാണ്. നമുക്കിപ്പോൾ അവരുടെ മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥമായ ജ്ഞാനം നിറയാൻ വേണ്ടി ഈ ഭൂമിയിൽ വെറുതെ ജീവിച്ച് മരിക്കാനല്ല, വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിളിക്കപ്പെട്ട നാം വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹമുണ്ടാകാം. വെറുതെ ഒരു സൃഷ്ടികർമ്മമല്ല ദൈവം നമ്മൾ നടത്തുക. വിശ്വസിക്കുക, കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ സാധിക്കും. ബോധ്യത്തോടെ നമുക്കെല്ലാവർക്കും സകല വിശുദ്ധരോടും മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിമിഷം ഓരോ വിശുദ്ധരെയും പ്രാർത്ഥിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിത രീതിയെ മനസ്സിൽ കണ്ടുകൊണ്ട് അതുപോലെ ഒരു അഭിഷേകം നമ്മിൽ നിറയുവാൻ, ഒരു പുതിയ വിശുദ്ധൻ, ഒരു പുതിയ വിശുദ്ധ നമ്മളിലൂടെ സഭയിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ദാഹത്തോടെ പ്രാർത്ഥിക്കാം.
Vision
ബുദ്ധിയെയും നമ്മുടെ ഹൃദയത്തെയും ഒരുമിപ്പിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, ത്രിത്വൈക ദൈവം നമ്മളിൽ ഹൃദയത്തിൽ വസിക്കുന്നു. ആ ഹൃദയത്തിൽ ത്രിത്വം ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഭവം ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള ഒരു ശിശുത്വം. ഈശോ പറഞ്ഞു, പിതാവേ, അങ്ങ് ഇത് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും ഒളിച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാർക്ക് ഇത് കിട്ടാഞ്ഞിട്ടല്ല, മാനുഷികമായ ബുദ്ധിയിലൂടെ അല്ല. മാനുഷികമായ ബുദ്ധിയിൽ നമ്മളുടെ മാത്തമാറ്റിക്സിൽ പഠിച്ചിരിക്കുന്ന പോലെ 1 വലുതാണ് 99. 99 വളരെ ചെറുതാണ്. പക്ഷേ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈശോ പറയുകയാണ്, ആ 99 വലുതാണ് ആ കാണാതെ പോയ, നഷ്ടപ്പെട്ടു പോയ ആ 1. 99 നീതിമാന്മാരെക്കാൾ കൂടുതൽ പാപിയായ 1 ദൈവം സ്നേഹിക്കുന്നു. അതാണ് ഹൃദയത്തിൻ്റെ ഭാഷ. പക്ഷേ ബുദ്ധിക്ക് ഭാഷ 99 നീതിമാന്മാരില്ലേ, വളരെ നല്ല ആൾക്കാർ, വളരെ വലിയ ആൾക്കാർ. ഈ ഒരു പാപിനെ കിട്ടിയിട്ട് എന്താ കാര്യം? ബുദ്ധി പറയാണ്. മനസ്സിലായപ്പോൾ ബുദ്ധിയും ഹൃദയം തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ഭാഷ മുഴുവൻ ഹൃദയത്തിൻ്റെ ഭാഷയാണ്. അങ്ങനെ ആ ഹൃദയത്തിൻ്റെ ഭാഷയിലേക്ക് നമ്മൾ വരട്ടെ. ആ ഹൃദയം, നമ്മുടെ ഹൃദയമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വലിയൊരു തലം. അങ്ങനെ ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ അത് നമ്മുടെ ബുദ്ധിയിലേക്ക് പടർന്ന് ബുദ്ധി വികസിക്കുന്നു. ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ